ഒരു കൈസഹായം വേണോ? അതേടി, രാഗിണി തന്നെ. ജയപാലന്റെ മകൾ രാഗിണി. രാഗിണിക്ക് നേരെ ഒന്ന് നിവർന്നു നിൽക്കാൻ ഒരു കൈസഹായം വേണോ? കൊള്ളാമടി, നിന്റെ എൻട്രി കലക്കി. നിനക്ക് നിന്റെ അച്ഛനൊക്കെയുള്ളൊരു പാരമ്പര്യം ഉണ്ടല്ലോ, വാപ്പച്ചിയുടെ ലെഗസി. അതിന്റെ ഒരു ടച്ച് ഉണ്ട് ഈ എൻട്രിക്ക്. പിന്നീന്ന് കുത്തുന്ന ശീലം മറന്നിട്ടില്ലല്ലോ. ഞാനും എന്റെ അച്ഛനൊക്കെ എന്നും നിവർന്ന് നിന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ നിനക്കും നിന്റെ അച്ഛനൊക്കെ പിന്നീന്ന് കുത്തി വീഴ്ത്താൻ കഴിയുന്നത്. ഞാൻ നിന്നെ തൊട്ടില്ലല്ലോടി. തൊടാതെ തന്നെ നീ പേടിച്ചു. അതെന്റെ കുറ്റമല്ല. ജയപാലന്റെ മോൾക്ക് അരവിന്ദന്റെ മോൾ കാവേരിയുടെ ഒരു കൈസഹായം വേണോ? നിന്നെ ഞാൻ തൊടാതെ നീ എന്തിനാടി പേടിച്ചത്? അതെന്റെ കുറ്റാണോ? വാളിന്റെയോ വാഹനത്തിന്റെയോ ഒക്കെ പിന്തുണ വേണം നിനക്കൊക്കെ കരുത്ത് കാണിക്കാൻ. കണ്ണൂർക്കാരൻ അരവിന്ദന്റെ മകൾ കാവേരിക്ക് അതിന്റെ ആവശ്യമില്ലടി. ഈ വെറും കൈമതി. ഇനിയും തിളപ്പ് കൂടുതലാണെങ്കി വാ, നമുക്കൊന്ന് മുട്ടി നോക്കാം. വാരിയെടുത്ത് റോഡിൽ പതിപ്പിച്ചു കളയും ഞാൻ. പിന്നെ പറിച്ചെടുത്തോണ്ട് പോകേണ്ടി വരും ജയപാലന്റെ മോളെ. മുൻപ് മുട്ടാൻ വന്നപ്പോഴുള്ള അനുഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് മോള് വണ്ടി നേരെ ബാംഗ്ലൂർക്ക് തിരിച്ചുവിട്ടോ. അങ്ങനെ പെട്ടെന്ന് വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ടല്ലടി ഞാൻ വന്നത്. ഒപ്പത്തിനൊപ്പം മുട്ടാനൊരാളില്ലാത്തതുകൊണ്ട് നീ ഇവിടെ കിടന്ന് വിലസുവാണെന്ന് ഞാൻ കേട്ടു. നിന്റെ അച്ഛൻ മരിക്കാൻ കാരണം എന്റെ അച്ഛനാണെന്നോ, അയാളുടെ അടുത്തുനിന്ന് എന്റെ അച്ഛൻ തോട്ടവും പണവും ഒക്കെ തട്ടിയെടുത്തെന്നോ, എന്തൊക്കെയാടി കഥകള്. ഒന്നാലോചിക്കുമ്പോ കഷ്ടമാടി നിന്റെ അച്ഛന്റെ കാര്യം. 4 പെൺമക്കള്, 4നെയും കെട്ടിച്ചു വിടാനും കുടുംബം കഴിയാനും ഒക്കെയായി ആകെയുള്ളത് ഗൾഫിലുള്ളൊരു കൂലിപ്പണി. എന്റെ അച്ഛന്റെ വേർപ്പീന്നുള്ള പണം കൊണ്ട് ഇതുവരെ എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും പോയി. മൂത്തവളുടെ കല്യാണം വന്നപ്പോ കള്ളി വെളിച്ചത്തായി. സ്ത്രീധനമായിട്ട് എടുത്തു കൊടുക്കാൻ നിന്റെ അച്ഛന്റെ കയ്യിൽ എന്തുണ്ടായിട്ടാ? ആ വിഷമത്തില് പാവം നെഞ്ചുപൊട്ടി മരിച്ചു. പക്ഷേ പെൺമക്കളുടെ കാര്യം ആ രസം. അച്ഛൻ മരിച്ചു, വരുമാനവും നിലച്ചു, ഇരുന്നുണ്ണാൻ വകുപ്പില്ല. ചുളിവിൽ എങ്ങനെയെങ്കിലും ചെലവ് നടന്നു പോകണമല്ലോന്ന് കൂലങ്കർഷമായി ചിന്തിക്കുമ്പോഴാ എന്റെ അച്ഛനെ പെടുത്താനുള്ള ഐഡിയ വന്ന് വീഴുന്നത്. അച്ഛന്റെ കയ്യില് ആവശ്യത്തിന് പണം ഉണ്ടല്ലോ. നിന്റെ അച്ഛനെ എന്റെ അച്ഛൻ പറ്റിച്ചെന്ന് പറഞ്ഞു പരത്തി പണം പിടുങ്ങാന്ന് കരുതി അല്ലേടി? ഹെച്ചലില നക്കുന്ന നായുണ്ടല്ലോ, അതിന്റെ ചെറി നക്കുന്നതിന് തുല്യം ആടി നിന്റെ അച്ഛന്റെ കയ്യിന്ന് പണം പിടുങ്ങുന്നത്. മറ്റുള്ളവരുടെ കണ്ണീരും ചോരയും വേർപ്പും ഒക്കെ അടി നിന്റെ അച്ഛന്റെ സ്വത്ത്. നീ ഓടിച്ചോണ്ട് നടക്കുന്ന കാർ മുതല് ഇട്ടിരിക്കുന്ന ചെരുപ്പ് വരെ മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ ഫലമാ. കണക്ക് കൃത്യമായിട്ട് പറഞ്ഞാ മൊത്തം ഇവിടെ അഴിച്ചു വെച്ച് ഉടുതുണി മാത്രമായിട്ട് പോണ്ടി വരും നീ. കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്തോണ്ടിരിക്കുക ഞാൻ. എല്ലാം തികഞ്ഞ് ബോധ്യപ്പെട്ട് കഴിയുമ്പോ ജയപാലന്റെ കൊട്ടാരത്തിലേക്കൊരു വരവുണ്ട് കണക്ക് തീർക്കാൻ. ഉടനെ ഒന്നും നിന്റെ മടങ്ങിപ്പോക്കില്ലാത്തതുകൊണ്ട് നന്നായി. എന്റെ അച്ഛനെ ചതച്ച ജയപാലന്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതും ആ സാമ്രാജ്യം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതും കാണാൻ നീ ഇവിടെ തന്നെ വേണം. പിന്നെ നീ കാവേരിക്കത്തെ എതിരാളിയാണെന്നൊരു തോന്നല് അത് വെറുതെയാ. നിന്റെ അച്ഛനെ കൊണ്ട് പറ്റിയിട്ടില്ല കാവേരിക്കൊപ്പം നിൽക്കാൻ. പിന്നെയാ നീ പോടി. ലോകത്താരും ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ബിരിയാണി. പക്ഷേ ചെറുനാരങ്ങ ഇല്ലല്ലോ. ചെറുനാരങ്ങ അതൊക്കെ വേണോ ബിരിയാണിക്ക്? വിനീതേട്ടാ, ഇന്ന് പട്ടിണിയാവില്ലല്ലോ അല്ലേ? ദേ ചോറ് വെച്ചിട്ടില്ല. എന്താ അത്? മാറി 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 ആന്നോളാൻ പറ്റില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കോട്ടെ വിനീതേട്ടാ. പറ്റില്ല പറ്റില്ല. ഒറ്റൊരു സ്പൂൺ കൊതി കൊണ്ടാ. ഒന്നും പറ്റില്ല. ബിരിയാണി ഉണ്ടാക്കി തീരും വരെ അടുക്കളയിൽ കയറാൻ പാടില്ലെന്നാണ് അഗ്രിമെന്റ്. എന്റെ ബിരിയാണി ഒരു സസ്പെൻസ് ആയിരിക്കണം. വിനീതേട്ടാ, നിലമോൾക്ക് മാത്രം കുറച്ച്. ആർക്കുമില്ല. ഇറങ്ങിക്കോ അടുക്കള ഇറങ്ങിക്കോ, പെട്ടെന്ന് ഇറങ്ങിക്കോ. ശരി, വാ മോളെ പോവാം. ഗംഗേച്ചി, ഇത് നല്ല മണം. നീ വാടി, നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നെയല്ലേ ഉണ്ടാക്കുന്നേ. വാ, വെയിറ്റ് ചെയ്യേ.